ഹായ് ഫ്രണ്ട്സ്, ആൻറ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലിമ്പിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇലിമ്പിക്ക എന്ന് വെച്ചാൽ കുറച്ച് വലിപ്പമുള്ള ഇലിമ്പിക്ക കേട്ടോ. അപ്പോൾ ഇതേമാതിരി ചെറിയ ഇലിമ്പിക്ക എടുക്കണം കേട്ടോ. ഇതിലും കുറച്ചുകൂടെ ചെറുതാണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ ഇലിമ്പിക്ക എടുക്കുമ്പോൾ. അതാണ് നമുക്ക് അച്ചാറിന് രുചിയും. അപ്പോൾ ഈ ഇലിമ്പിക്ക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് വശം ഖണ്ഡിച്ചെടുത്തതിന് ശേഷം നമുക്ക് നാലായിട്ട് പൊളന്നെടുക്കണം ഒരു ഇലിമ്പിക്കായ. അങ്ങനെ ഇത് ചെയ്തെടുത്തതിന് ശേഷം കാണാമേ. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ ഇലിമ്പിക്ക നല്ലതായിട്ട് ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ട മൂത്ത ഇലിമ്പിക്കായ്ക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുരുക്കളുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ 4 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചേർക്കുന്നില്ല, ഒരു 4 സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇന്നൊന്ന് വാട്ടിയെടുക്കും. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് ഇതൊന്ന് വാട്ടാനായിട്ട് വെക്കുന്നത്. പിന്നെ രാവിലെയാണ് ഞാനിത് അച്ചാറിടുന്നത്. ഉപ്പിനകത്ത് വാട്ടിയതിന് ശേഷം അവിടെ വെക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ചുമ്മാ ഇതൊന്ന് കുലുക്കി ഒന്ന് എടുക്കാം കേട്ടോ. കാരണം ഉപ്പൊക്കെ എല്ലായിടത്തും പറ്റാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ച് കൊടുത്ത് ഇലിമ്പിക്ക് ഇതേപോലെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് കളറ് മാറിയിരിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇത്രയും വെള്ളവും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പം ഈ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം. കാരണം തന്നെയല്ല ഇലിമ്പിക്കാലേ വെള്ളം കുറച്ച് പോയും കൂടെ കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ. അപ്പം ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. കുറച്ച് കഴിഞ്ഞത്തേക്കും വീണ്ടും നന്നായിട്ട് എല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഇലിമ്പിക്കയുടെ അവസ്ഥ കണ്ട് രാവിലെ ആയപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചീനിച്ചട്ടിയിലെ വെള്ളം പറ്റിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കടുകും പിന്നെ ഒരു 5-6 ഉലുവയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാനിതിലെ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് അച്ചാർ പൊടി, 2 നിറച്ചില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ കായ വിട്ട് കൊടുത്തായിരുന്നു, നമ്മളെ കുഞ്ഞ് കഷ്ണമായിട്ടുള്ള കായ കേട്ടോ. അതിന് ശേഷം ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തീ കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കായൊക്കെ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്, മുളകൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഇലിമ്പിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കി നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അച്ചാറിട്ട് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു അച്ചാറുണ്ട്. ഇത് ഇലിമ്പിക്ക ഉണക്കാതെ എളുപ്പത്തിലിടാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.